ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എ. ദാദാഭായ് നവറോജി, ബി. സുഭാഷ് ചന്ദ്രബോസ്, സി. ജവഹർലാൽ നെഹ്റു, ഡി. ബാലഗംഗാധര തിലകൻ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം എ. ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? എ. ദാദാഭായ് നവറോജി, ബി. സുഭാഷ് ചന്ദ്രബോസ്, സി. ജവഹർലാൽ നെഹ്റു, ഡി. ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഡി. ബാലഗംഗാധര തിലകൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്ന്? എ. 1850, ബി. 1857, സി. 1869, ഡി. 1870. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്ന്? ഉത്തരം ബി. 1857. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? എ. മാഡം ഭിക്കാജി കാമ, ബി. അരുണ ആസഫ് അലി, സി. സരോജിനി നായിഡു, ഡി. ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ബി. അരുണ ആസഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? എ. വി. ഡി. സവർക്കർ, ബി. ഭഗത് സിംഗ്, സി. സൂര്യ സെൻ, ഡി. രാജ്ഗുരു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സി. സൂര്യ സെൻ. കുണ്ടറ വിളംബരം നടന്ന വർഷം? എ. 1809, ബി. 1932, സി. 1897, ഡി. 1931. കുണ്ടറ വിളംബരം നടന്ന വർഷം എന്ന്? ഉത്തരം എ. 1809. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്ന്? എ. 1809, ബി. 1932, സി. 1897, ഡി. 1931. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്ന്? ഉത്തരം ബി. 1932. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? എ. അയ്യങ്കാളി, ബി. കുമാരഗുരുദേവൻ, സി. വൈകുണ്ഠസ്വാമികൾ, ഡി. വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം സി. വൈകുണ്ഠസ്വാമികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? എ. ദർശനമാല, ബി. വേദാധികാര നിരൂപണം, സി. ആത്മോപദേശക ശതകം, ഡി. ദൈവദശകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഉത്തരം ബി. വേദാധികാര നിരൂപണം. താഴെ കൊടുത്തിരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി വേദാധികാര നിരൂപണമാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? എ. അയ്യങ്കാളി, ബി. കുമാരഗുരുദേവൻ, സി. വാഗ്ഭടാനന്ദൻ, ഡി. വൈകുണ്ഠസ്വാമികൾ. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഉത്തരം ബി. അയ്യങ്കാളി.
ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം എന്ന്? എ 1950 നവംബർ 26, ബി 1947 ഓഗസ്റ്റ് 15, സി 1950 ജനുവരി 26, ഡി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം സി 1950 ജനുവരി 26. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എ 1978 44ാമത് ഭേദഗതി, ബി 2002 86ാമത് ഭേദഗതി, സി 1976 42ാമത് ഭേദഗതി, ഡി 1989 61ാമത് ഭേദഗതി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ബി 2002 86ാമത് ഭേദഗതി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2002 86ാമത് ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എ ഭാഗം 3, ബി ഭാഗം 4, സി ഭാഗം 4A, ഡി ഭാഗം 5. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം സി ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ സ്വത്തവകാശം, ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സി സമത്വത്തിനുള്ള അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം എ സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിൻ്റെതാണ്? എ ബ്രിട്ടൻ, ബി ബ്രസീൽ, സി ഇന്ത്യ, ഡി ഓസ്ട്രേലിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ളത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം എ ബ്രിട്ടൻ.